ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ 2 ദിവസം മുമ്പ് നമ്മുടെ ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് അപ്രൂവ് ആയി വന്നിട്ട് വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ കാർഡ് നമുക്ക് ആക്ച്വലി കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു കുഴപ്പമുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഫ്ലിപ്കാർട്ട് ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് നിങ്ങൾക്ക് അറിയാം. ഓൾറെഡി 2 ആക്സിസ് ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. നിയോ ക്രെഡിറ്റ് കാർഡുകളുണ്ട്, അതുപോലെ തന്നെ മൈസോൺ ക്രെഡിറ്റ് കാർഡും ഉണ്ട്. രണ്ടും എനിക്ക് ലൈഫ് ടൈം ഫ്രീ കാർഡായിട്ടാണ് കിട്ടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എനിക്ക് ഒന്നാമത് ഞാൻ ഫ്ലിപ്കാർട്ട് ഉപയോഗിക്കാറില്ല, അതുകൊണ്ടാണ് എത്ര കാലം എടുക്കാറുള്ളത്. പിന്നെ ഫ്ലിപ്കാർട്ടിൽ നമുക്ക് ഓഫർ കാണിച്ചിട്ടുണ്ടായിരുന്നു, ആപ്പിൽ തന്നെ ഡയറക്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് ലൈഫ് ടൈം ഫ്രീ കാർഡായിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്ന കാരണമാണ് ഞാൻ അപ്ലൈ ചെയ്തത്. പക്ഷെ കാർഡ് വന്നു കഴിഞ്ഞപ്പോൾ സാധനം ഞാൻ തുറന്നു നോക്കിയപ്പോൾ അതിൽ ചാർജ് കാണിക്കുന്നുണ്ട്. ഇതിപ്പോൾ ആക്സിസ് ബാങ്കിന്റെ ആക്സിസ് ബാങ്കിന്റെ കസ്റ്റമർ കെയറിനെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് ലൈഫ് ടൈം ഫ്രീ അല്ല, അങ്ങനെ തന്നെ പറ്റുള്ളൂ. ഫ്ലിപ്കാർട്ട് കാണിച്ച സമയത്ത് വേണമെങ്കിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും എന്നൊക്കെ അവർ അവരോടായി പറയും. നിങ്ങൾക്കറിയാം ഫ്ലിപ്കാർട്ടിന്റെ ആക്സിസ് ബാങ്കിന്റെ ഫ്ലിപ്കാർട്ടിന്റെ കസ്റ്റമർ കെയർ പോലെ തന്നെ ആക്സിസ് ബാങ്കിന്റെ കസ്റ്റമർ കെയറും ഉടായ്പിന്റെ ആശന്മാരാണ്. അപ്പോൾ ശരിക്കും ആക്സിസ് ബാങ്കാണ് ശരിക്കും ക്രെഡിറ്റ് കാർഡ് ഡിപ്പാർട്ട്മെന്റിൽ ആക്സിസ് ബാങ്ക് ഭയങ്കര കൂടുതൽ സാധനം ഉണ്ടത്. ഇവരുടെ അപ്രൂവലും അതുപോലത്തെ റിജക്ഷനൊന്നും നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും. ഇത് അപ്ലൈ ചെയ്തവർക്ക് അറിയായിരിക്കും ആക്സിസ് ബാങ്കിന്റെ അപ്രൂവലിനും റിജക്ഷന്റെ ഒക്കെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് തോന്നിയ പോലെയാണ്. അത് നമ്മുടെ ഗവൺമെന്റ് ഓഫീസിലത്തെ സ്റ്റാഫ് പോലെയാണ്, അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അപ്രൂവ് അതേപോലത്തെ പരിപാടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാനിത് ആക്ച്വലി കാർഡ് ഇപ്പോൾ ആക്ടിവേറ്റ് ചെയ്യുന്നില്ല. ഒന്നാമത് ഇത് ഷെയർ ലിമിറ്റഡാണ് വന്നേക്കുന്നത്. അപ്പൊ അതും പോരാണ്ട് തന്നെ ഇത് പിന്നെ ഇതിന്റെ ചാർജ് കൊടുത്തെടുക്കാൻ ഇതിന്റെ ഉപയോഗമില്ല. ഞാൻ ഫ്ലിപ്കാർട്ട് ഉപയോഗിക്കുന്നില്ല തീരെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ എന്തായാലും കാർഡ് ആക്ടിവേറ്റ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഇതിലവർ ചാർജ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് അവർ ചാർജ് വന്നിട്ടുണ്ടോ, 500 രൂപ ജോയിൻ ചാർജ് ആനുവൽ ചാർജ് വന്നിട്ടുണ്ടോ. ഇത് നമുക്ക് ആക്ച്വലി ആപ്പിൽ ഞാൻ അപ്ലൈ ചെയ്ത സമയത്ത് അതിൽ ലൈഫ് ടൈം ഫ്രീ കാണിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അപ്ലൈ ചെയ്തത്. എനിക്ക് എൻ്റെ ഓൾറെഡി നമ്മുടെ ആക്സിസ് ആൻഡ് മൈസോണിൻ്റെ കാർഡ് എൻ്റെ വേറെ സ്ഥലത്താണ്. നിയോ കാർഡാണ് ഞാൻ ഇപ്പോൾ തൽക്കാലം ഉപയോഗിക്കുന്നത്. നിയോ കാർഡാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ആക്സിസ് ബാങ്ക് കിട്ടിയത്. അത് വലിയ കുഴപ്പമില്ല, ലൈഫ് ടൈം ഫ്രീ. അതിൽ പക്ഷേ കാർഡ് ഞാൻ ഇത് അൺബോക്സിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിൽ ആക്ച്വലി സീറോ ചാർജാണ് കൊടുത്തിട്ടുള്ളത്. നിയോ കാർഡാണ്. ഇതിൽ നമുക്ക് 2,30,000 നമുക്ക് ലിമിറ്റ് തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ആദ്യം എനിക്ക് രണ്ട് കാർഡിലും എനിക്ക് മൈസോൺ കാർഡിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് ആദ്യം 55,000 ഇപ്പം എനിക്ക് സംതിങ് 70-80 സംതിങ് ആയിട്ടുണ്ട്. ഞാനത് പക്ഷെ ഇപ്പോൾ ഉപയോഗിക്കാറില്ല. മൈസോൺ കാർഡ് ഇപ്പം അങ്ങനെ ഉപയോഗിക്കാറില്ല. നമുക്ക് എന്തായാലും ഒരു ടോട്ടൽ ലിമിറ്റ് കൂട്ടി വെക്കണമല്ലോ, എന്ന് വെച്ചാൽ നമുക്ക് യൂട്ടിലൈസേഷൻ റേഷ്യോ കൂട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ മാത്രം വെച്ചേക്കുന്നതാണ്. ഞാൻ ലൈഫ് ടൈം ഫ്രീ ആയതുകൊണ്ട് തന്നെ ഞാൻ അത് ക്ലോസ് ചെയ്യാണ്ട് വെച്ചേക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളിത് ഫ്രീ കാർഡെന്ന് കണ്ടപ്പോഴാണ് ഞാൻ ഫ്ലിപ്കാർട്ടിൻ്റെ കാർഡ് അപ്ലൈ ചെയ്തത്. ജമ്മച്ച് ശരിക്കും ആക്ച്വലി ഇത് എൻ്റെ 50ാമത്തെ കാർഡാണ്, 50th ക്രെഡിറ്റ് കാർഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്തതാണ്. പക്ഷേ ഇത് ചാർജബിൾ ഒന്നാമത് ഞാൻ ഇപ്പോൾ ചാർജുള്ള കാർഡുകളൊക്കെ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ചാർജുള്ള കാർഡ് പിന്നെ എടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കാർഡ് ഞാൻ വേണമെങ്കിൽ എടുത്ത് കാണിച്ചു തരാം. കാർഡ് ഞാൻ ഇതൊന്നും എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. കണ്ടു കാർഡ് ഇരിക്കുന്നത് കണ്ടു. ഞാൻ എന്തായാലും പിന്നെ ഞാൻ എടുക്കണില്ലെന്ന് വെച്ചു. അപ്പോൾ അത് അങ്ങനെ തന്നെ എടുത്ത് കളയാം. ഞാൻ ആക്ടിവേറ്റും ചെയ്യുന്നില്ല. കാർഡ് ഞാൻ എടുക്കട്ടെ. കാർഡ് പഴയ കാർഡ് തന്നെ ഉണ്ടോ, വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. ഇതിൽ അവന്മാർ നമ്പറൊക്കെ കാർഡ് പഴയ സ്റ്റൈൽ കാർഡ് തന്നെ, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. ആക്സിസ് ബാങ്കിൻ്റെ ഫ്ലിപ്കാർട്ടിൻ്റെ പക്ഷേ എനിക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടാണ്. പക്ഷേ വലിയ കാർഡ് യൂസ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അറിയായിരിക്കും ഫ്ലിപ്കാർട്ടിൻ്റെ കാർഡുകളുടെ ഫീച്ചേഴ്സ് നമ്മളൊക്കെ അറിയായിരിക്കും. 5% ക്യാഷ് ബാക്ക് ഓൺ ഫ്ലിപ്കാർട്ട്, 4% അവരുടെ പ്രിഫേർഡ് പാർട്ട്ണർ, പിന്നെ ബാക്കിയുള്ള അതിൽ 1.5%. എന്ന് വെച്ചാൽ ഈ അതർ കാറ്റഗറിയിൽ 1.5% ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അപ്ലൈ ചെയ്യാൻ വിചാരിച്ചത്. പക്ഷേ ചാർജ് കൊടുത്തിട്ട് പിന്നെ അത് എടുക്കേണ്ട വലിയ ആവശ്യമില്ല. അതെന്ന് വെച്ചാൽ മെയിൻ എൻ്റെ അട്രാക്ഷൻ എന്ന് ഫ്ലിപ്കാർട്ട് യൂസ് ആണ്. ഫ്ലിപ്കാർട്ട് ഞാൻ യൂസ് ചെയ്യാറില്ല, ഏരിയയിലേക്ക് പോകാറില്ല. എന്ന് വെച്ചാൽ ആക്സിസ് ബാങ്കിൻ്റെ അപ്പൂപ്പന്മാരാണ് കസ്റ്റമർ കെയറിൽ. അപ്പോൾ ഞാൻ പോകാറില്ല. പിന്നെ ഇതിൽ നമുക്ക് 4% 4 കോംപ്ലിമെന്ററി ലോഞ്ചസ് ഉണ്ട്, അതൊരു ഗുണമാണ്. പിന്നെ നമുക്ക് 15% വരെ പാർട്ട്ണറായിട്ടുള്ള റെസ്റ്റോറൻറ്റ്സിലുണ്ട്, EMI ഫീച്ചർ ഉണ്ട്, 1% ഫ്യൂൽ ചാർജ് ഉണ്ട്, ബാക്കിയുള്ള നോർമലി പോലെ തന്നെ. അപ്പോൾ നമുക്കിത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലിപ്കാർട്ട് വൗച്ചർ വർത്ത് ₹500 ഫസ്റ്റ് ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് സ്വിഗ്ഗിയിൽ ഫസ്റ്റ് ട്രാൻസാക്ഷന് നമുക്ക് 50% ഡിസ്കൗണ്ട് പറയുന്നുണ്ട്. അവർ കോഡും കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. എന്ന് വെച്ചാൽ ഫ്ലിപ്കാർട്ട് കാർഡും ആമസോൺ കാർഡും ഭയങ്കര ഫേമസ് ആണല്ലോ. അപ്പോൾ കുറേ പേര് എടുക്കുന്ന കാർഡാണ്. കാർഡ് നല്ലതാണ്. പക്ഷെ എനിക്ക് ഞാനിത് എന്താ വെച്ചാൽ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്കിത് ചെറുതായിട്ട് ഉറക്കം വന്നു. എന്താ പറയുക, ചെറുതായത് കുഴപ്പമെന്ന് വെച്ചാൽ അത് കാർഡ് ഫ്രീ അല്ല, അങ്ങനെ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാത്തത്. ഇതിലൊന്നും വേറെ എന്തൊരു കവറും കൂടി ഉണ്ട്. ഇത് ആക്ടിവേറ്റ് ചെയ്യാനുള്ള അതിൻ്റെ അവരുടെ സംഭവമാണ്. ഞാൻ ഈ കാർഡ് ആക്ടിവേറ്റ് ചെയ്യുന്നില്ല കേട്ടോ. എന്ന് വെച്ചാൽ ഷെയർ ലിമിറ്റാണ്. അപ്പം എന്തായാലും നമ്മുടെ ടോട്ടൽ ലിമിറ്റിലേക്ക് കൗണ്ട് ആവില്ല. പിന്നെ ചാർജ് കൊടുക്കുകയും വേണം. അപ്പം ഞാൻ എന്തായാലും ആക്ടിവേറ്റ് ചെയ്യില്ല എന്ന് തീരുമാനിച്ചു. ഞാൻ എന്തായാലും ഇത് ക്ലോസ് ചെയ്യാൻ തന്നെ പോവാണ്. എന്ന് വെച്ചാൽ ഞാൻ ആക്ടിവേറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി 1 മാസം കഴിയുമ്പോൾ ക്ലോസ് ആയിക്കോളും.
ശരിക്കും ഇങ്ങനെ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ ഒരു പുതിയ ക്രെഡിറ്റ് കാർഡ് യൂസറൊക്കെ ആണെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് പിന്നെ ഡീആക്ടിവേറ്റ് എന്താ വെച്ചാൽ ആക്ടിവേറ്റ് ചെയ്ത് ഇരിക്കരുത്. എന്ന് വെച്ചാൽ അതൊരു പ്രത്യേകിച്ച് നിങ്ങൾ ഫസ്റ്റ് കാർഡ് ഹോൾഡർ ഒക്കെ ആണെങ്കിൽ അത് നെഗറ്റീവ്ലി ബാധിക്കും സിബിൽ സ്കോറിനെ ക്രെഡിറ്റ് സ്കോറിന്. എന്ന് വെച്ചാൽ ഓൾറെഡി അത് ആക്ടിവേറ്റ് ആവും നമ്മുടെ സിബിലിലേക്ക്, ഓൾറെഡി നിങ്ങൾ കാർഡ് എടുത്തു തോന്നിട്ട്. പക്ഷെ പിന്നെ അത് കുറച്ച് കഴിയുമ്പോൾ ആദ്യം ഡീആക്ടിവേറ്റ് ആവും. പക്ഷെ അതൊരു നെഗറ്റീവ് മാർക്കായിട്ട് മാറാം. എന്ന് വെച്ചാൽ നിങ്ങൾ ഭാവിയിൽ പിന്നെ ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ നോക്കുമ്പോൾ വേറെ ക്രെഡിറ്റ് കാർഡ് കമ്പനീസ് ഇത് കാണുമ്പോൾ ചിലപ്പോൾ പിന്നെ അപ്രൂവലിന് ചിലപ്പോൾ പണി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അത് ഉറപ്പൊന്നുമില്ല, ലിമിറ്റഡ് ഭയങ്കരമായിട്ട് എന്താ പറയുക ചാൻസസ് ഭയങ്കര കുറവാണ്. പക്ഷെ എന്നാലും അതൊരു നെഗറ്റീവ് മാർക്കാണ് കേട്ടോ. അപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യുക. കാർഡ് കിട്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആക്ടിവിറ്റി എന്തായാലും ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് അതായിരിക്കും പുതിയ RBI റൂൾ എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു മാസം നിങ്ങൾ ആക്ടിവിറ്റി ചെയ്തില്ലെങ്കിൽ കാർഡ് ഓട്ടോമാറ്റിക്കലി ഡീആക്ടിവേറ്റ് ചെയ്ത് പോകുന്നതാണ്. അത് പുതിയൊരു ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണോ. കറക്റ്റ് ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കാർഡ് ഡീആക്ടിവേറ്റ് ആവും. പിന്നെ ആ കാർഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ആക്ടിവേറ്റ് ചെയ്യാനേ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. കുഴപ്പമെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പോസിറ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ പണ്ട് ഇപ്പോൾ ഉണ്ടാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആക്സിസ് ബാങ്കിന്റെ ഫ്ലിപ്കാർട്ട് കാർഡിന്റെ കഥ. എന്തായാലും നല്ല പണി തന്നെ ആക്സിസ് ബാങ്ക് തന്നു കേട്ടോ. ചുമ്മാ വെറുതെ കാർഡ് വീട്ടിലേക്ക് കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഞാൻ എന്തായാലും ആക്ടിവേറ്റ് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ 500 രൂപ കൊടുത്താൽ ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഇനി എന്താ വെച്ചാൽ ഫ്ലിപ്കാർട്ട് യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാർഡ് എടുക്കാം. എന്ന് വെച്ചാൽ നല്ല കാർഡാണ്. എന്ന് വെച്ചാൽ ഞാൻ കാർഡിനെ കുറ്റം പറയില്ല, കാർഡ് പൊട്ട കാർഡൊന്നുമല്ല. ഫ്ലിപ്കാർട്ട് യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കാർഡ് തന്നെയാണ് ഫ്ലിപ്കാർട്ടിന്റെ ആക്സിസ് ബാങ്ക് എടുക്കാറ്. പക്ഷെ ഞാൻ ഫ്ലിപ്കാർട്ട് എനിക്ക് തോന്നുന്ന 1% പോലും ഉപയോഗിക്കാറില്ല. അപ്പൊ അങ്ങനത്തെ ഒരാൾക്ക് ഫ്ലിപ്കാർട്ട് കാർഡ് ഭയങ്കര മോശമാണ്. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ആക്സിസ് ബാങ്കിന്റെ വേറെ കാർഡൊന്നും ഇല്ലെങ്കിൽ വേണമെങ്കിൽ എടുത്ത് വെക്കാന്ന് മാത്രമല്ലാണ്ട് എനിക്ക് ഓൾറെഡി 2 കാർഡ് ഉണ്ട് ആക്സിസ് ബാങ്കിന്റെ. പിന്നെ ഇപ്പോൾ വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ആക്ടിവേറ്റ് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല. ഞാൻ ഫ്ലിപ്കാർട്ട് കാർഡിനെ കുറ്റം പറഞ്ഞല്ല കേട്ടോ. എന്ന് വെച്ചാൽ കുറെ ഫ്ലിപ്കാർട്ട് കാർഡിന്റെ ഫാൻസ് സംഭവമൊക്കെ ഉണ്ടായിരിക്കും. കാർഡ് നല്ല കാർഡ് തന്നെ, അത് ഉറപ്പാണെന്ന് വെച്ചാൽ ഞാൻ എടുക്കാന്നുണ്ട്. കാരണം അതിന്റെ അതർ സ്പെൻഡിന് 1.5% കണ്ടിട്ടാണ്. പക്ഷെ ചാർജ് കൊടുത്തിട്ട് പിന്നെ ഷെയർ ലിമിറ്റ് ആയിട്ട് വന്ന കാർഡ് എടുക്കാന്ന് പറഞ്ഞാൽ ആക്ടിവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് നഷ്ടമാണ്. അതുകൊണ്ട് നമ്മൾ നോക്കാത്തത്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ അതിൻ്റെ ചെയ്യാൻ, വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ 2 ചാനൽ കാണാത്തവർ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ ചാനലൊക്കെ മറക്കണ്ട, ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. പേജ് ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യാം. അടുത്ത വീഡിയോ കാണാം.